വീണു പോകുന്ന അവസ്ഥകളുണ്ടാകാം, ഇരുട്ടിൻ്റെ അവസ്ഥകളുണ്ടാകും, ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാകും. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് യെശയ്യാവ് 57-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ചും ആത്മീക വളർച്ചയെക്കുറിച്ചും. നമ്മൾ പലപ്പോഴും ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ അതിനേക്കാളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ആത്മീക ജീവിതം. നമ്മുടെ ആത്മാവ് ഒരു നാൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ ബന്ധത്തിലേക്ക് നമ്മൾ കയറുകയാണ്. അങ്ങനെ നമ്മൾ കയറി കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഓരോ ദിവസത്തെയും നമ്മളുടെ മനസ്സിൻ്റെ പുതുക്കം. നമ്മൾ ഓരോ ദിവസവും ക്രിസ്തുവിനെ പോലെ ആകാൻ, ക്രിസ്തുയേശുവിൻ്റെ ഭാവം ധരിക്കുവാൻ, ദൈവത്തിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധിക്കാണ്, വിശുദ്ധീകരണത്തിനാണ്. ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിഞ്ഞ് ആ മനസ്സ് പുതുക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ അധ്യായത്തിൽ നിന്ന് ദൈവം ഇടപെട്ടൊരു കാര്യം, നമ്മൾ പലപ്പോഴും പാപത്തിൻ്റെ കെണിയിൽ, ഒരു സൈക്കിളിൽ നമ്മളെപ്പോഴും വീണു പോകുന്ന അവസ്ഥകളുണ്ടാകാം, ഇരുട്ടിൻ്റെ അവസ്ഥകളുണ്ടാകും, ഒരിക്കലും ദൈവത്തോട് അകലുന്ന, ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാകും. എന്നാൽ എത്രത്തോളം അകൃത്യത്തിൽ വീണു പോയാലും, അവന് ദൈവത്തിൽ നിന്ന് ദൂരസ്ഥനായാൽ പോലും ദൈവം വീണ്ടും തയ്യാറാണ് നമ്മളെ അടുത്ത് പിടിക്കുവാൻ, നമ്മളെ ചേർത്ത് പിടിക്കുവാൻ, ദൈവത്തിന് നമ്മളോട് ചേർന്നിരിക്കുവാൻ, കൂടുതൽ അടുത്തിരിക്കുവാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, അവൻ ആശ്വാസം വരുത്തും, അവൻ സമാധാനം നൽകും, അവൻ അവരെ സൗഖ്യമാക്കുമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനോ ദൈവം അവനെ വിടുവിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ വഴി ദൈവം നികത്തും. എത്ര തടസ്സങ്ങളുണ്ടായാലും അത് ദൈവം മാറ്റിക്കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം അനുഗ്രഹമാണ്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന് എന്താണ് പ്രസാദമെന്ന് അറിഞ്ഞ് ദൈവത്തിൻ്റെ നീതിയുള്ള വഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ അത് ഭയങ്കര അത്ഭുതകരമായിരിക്കും. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ഹിതം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്കൊരിക്കലും നീതീകരണത്തിൽ നടക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മാത്രമേ നമുക്ക് ആ നീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അതുമാത്രമല്ല, ഈ വചനത്തിലെ ഓരോ അധ്യായങ്ങളിലെ വാക്യങ്ങളൊക്കെ നമ്മളെ നീതീകരണത്തിലേക്ക് നടത്താൻ പ്രാപ്തമായതാണ്. നമ്മൾ നീതീകരണത്തിലേക്ക് പ്രാപിക്കുവാൻ ഓരോ വചനത്തിലെ പ്രമാണങ്ങളും നമ്മൾ ധ്യാനിക്കണം എന്നുള്ളതും ഒരു മറുവശത്തെ കാര്യമാണ്. ദൈവം എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ ദൈവത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു, വചനപ്രകാരം ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ചെയ്തോ, ദൈവത്തിൻ്റെ പ്രസാദമല്ലാത്ത എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മളെ തന്നെ വിലയിരുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാപം ക്ഷമിക്കാൻ, അകൃത്യങ്ങളെ ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ്. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഓരോ ദിവസവും ആ മനസ്സ് പുതുക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ രൂപത്തോട്, ദൈവത്തിൻ്റെ ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനുരൂപരാകുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും, ഈ വചനത്തിൽ നിന്ന് എന്താണോ നമ്മളോട്, ഈ വചനം നമുക്ക് വേണ്ടിയുള്ളതാണ്, വചനത്തിൽ നിന്ന് എന്താണോ നമ്മളോട് പറയുന്നത്, എവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം, നമ്മുടെ ആത്മാവിനെ എവിടെയൊക്കെ കറക്റ്റ് ചെയ്യണമെന്ന് കണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീക വളർച്ച, നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയും പ്രിയരെ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ, ഓരോ ദിവസവും വിശുദ്ധീകരണം പ്രാപിക്കുവാൻ, ഓരോ ദിവസവും വചനത്തിലെ പ്രമാണങ്ങൾ അത് ധ്യാനിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ